രണ്ട് ലിമ്പുണ്ട്. ഒന്ന് സ്ട്രേറ്റ് അവേ ദ കോർട്ട് ക്യാൻ ടേക്ക് ഇറ്റ് ആസ് പ്രൂവ്ഡ്. രണ്ടാമത്തതിൽ കോർട്ട് ഹാസ് ടു അറ്റൈൻ ദ സ്റ്റാറ്റസ് ഓഫ് എ പ്രൂഡൻറ്റ് മാൻ. വിവേകശാലിയായ മനുഷ്യൻ നിന്നിട്ട് ഗിവൺ സർക്കംസ്റ്റൻസിൽ എങ്ങനെ അയാൾ റിയാക്ട് ചെയ്യും, ഉണ്ടെന്ന് റിയാക്ട് ചെയ്യോ ഇല്ലെന്ന് റിയാക്ട് ചെയ്യോ, അതാണ് പ്രൂവ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വസ്തുത ഉണ്ട് എന്ന് തീരുമാനിച്ചു. ഇനി നമുക്ക് ഡിസ്പ്രൂവ്ഡ് നോക്കാം. ഡിസ്പ്രൂവ്ഡ് ഒരു കുഴപ്പമില്ല, ഉണ്ടെന്ന് ഇപ്പോൾ തീരുമാനിച്ചല്ലോ. അതേപോലെ തന്നെ ഒരു വസ്തുത ഇല്ല എന്ന് തീരുമാനിക്കാം. അങ്ങനെ അദ്ദേഹം ആ വിവേകശാലിയായ ഒരു മനുഷ്യൻ്റെ ഇതിൽ നിന്ന് നോക്കിയപ്പോഴേക്കും ഈ പറഞ്ഞ വസ്തുത അവിടെ ഇല്ല, ഇയാൾ പൈസ കൊടുക്കാനില്ല എന്ന് കണ്ടു. ഓക്കെ, അല്ലെങ്കിൽ ഇയാൾ കുത്തിയിട്ടില്ല, ഏതാ പെർട്ടിക്കുലർ ഫാക്റ്റ് അങ്ങനെ ഇല്ല എന്നുള്ള കണ്ടു. അതാണ് ഡിസ്പ്രൂവ്ഡ്. അതിൻ്റെ ഡെഫിനിഷനും എ ഫാക്റ്റ് ഈസ് സെറ്റ് ടു ബി ഡിസ്പ്രൂവ്ഡ് when after considering the matters before it, the court either believes that it does not exist. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നേരത്തെ പറഞ്ഞത് കോർട്ട് ബിലീവ്സ് ഇറ്റ് ടു എക്സിസ്റ്റ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഫാക്റ്റ് ഇല്ല എന്നാണ് കോടതിക്ക്. ഡസ് നോട്ട് ബിലീവ് ഇറ്റ് ടു എക്സിസ്റ്റ് ഓർ കൺസിഡേഴ്സ് ഇറ്റ്സ് നോൺ എക്സിസ്റ്റൻസ് so probable that a prudent man ought, under the circumstances of the particular case, to act upon the supposition that it does not exist. അയാളുടെ റിയാക്ഷൻ, ഒരു പ്രൂഡൻറ്റ് മാൻ എങ്ങനെ റിയാക്ട് ചെയ്യും, ഇല്ല എന്നുള്ള രീതിയിൽ റിയാക്ട് ചെയ്യുള്ളൂ എന്ന് കോടതിക്ക് മനസ്സിലാവുമ്പോൾ അത് ഡിസ്പ്രൂവ്ഡായി. അപ്പം ഇപ്പം ശരിയായല്ല. അപ്പം നോട്ട് പ്രൂവ്ഡ് എന്താണ്? നമ്മൾ വെറുതെ അങ്ങ് പ്രൂവ്ഡും ഡിസ്പ്രൂവ്ഡും നോട്ട് പ്രൂവ്ഡും പറഞ്ഞാൽ നമുക്ക് പ്രൂവ്ഡും ഡിസ്പ്രൂവ്ഡും പറഞ്ഞു. അപ്പം നോട്ട് പ്രൂവ്ഡ് എന്താണെന്നുള്ള ഇപ്പോൾ സംശയം വരില്ലേ? നോട്ട് പ്രൂവ്ഡ് എന്ന് വെച്ചാൽ ഉണ്ടെന്നും തീരുമാനിച്ചിട്ടില്ല, ഇല്ലെന്നും തീരുമാനിച്ചിട്ടില്ല. സിമ്പിളാണ്. എ ഫാക്റ്റ് ഈസ് സെറ്റ് ടു ബി, അതിൻ്റെ ഒരു കറക്ഷൻ വരുത്തണം. നോട്ട് പ്രൂവ്ഡിന് എല്ലാത്തിലും മിസ്റ്റേക്ക് ഉണ്ട്. എ ഫാക്റ്റ് ഈസ് സെറ്റ് നോട്ട് ടു ബി പ്രൂവ്ഡ് എന്നാണ് അടിച്ചത്. ഫാക്റ്റ് ഈസ് സെറ്റ് ടു ബി നോട്ട് പ്രൂവ്ഡ് എന്നാണ് വേണ്ടത് ബുക്കുകളിൽ. എല്ലാത്തിലും അടിച്ചു വന്നിരിക്കുന്നത് എ ഫാക്റ്റ് ഈസ് സെറ്റ് നോട്ട് ടു ബി പ്രൂവ്ഡ് വെൻ ഇറ്റ് ഈസ് നീദർ പ്രൂവ്ഡ് നോർ ഡിസ്പ്രൂവ്ഡ് എന്ന് പറഞ്ഞ തെറ്റാണ്. എ ഫാക്റ്റ് ഈസ് സെറ്റ് ടു ബി നോട്ട് പ്രൂവ്ഡ് എന്നാക്കണം. ആ നോട്ട്, ആദ്യത്തെ നോട്ട് വെട്ടിക്കളഞ്ഞിട്ട് ടു ബി കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കണം. ഇപ്പോൾ പ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുത ഉണ്ടെന്ന് തീരുമാനിച്ചു. ഡിസ്പ്രൂവ്ഡ് എന്ന് വെച്ചാൽ ആ വസ്തുത ഇല്ലെന്ന് തീരുമാനിച്ചു. നോട്ട് പ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നും തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല, ഇല്ലെന്നും തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. കോർട്ട് ഈസ് ഇൻ എ ഡൗട്ട്. അതാണ് നോട്ട് പ്രൂവ്ഡ്. ഇത് കോടതി ഒരു കേസിൻ്റെ അൾട്ടിമേറ്റ് ഫൈൻഡിങ് അല്ല, അത് ഒരു വസ്തുതയെക്കുറിച്ചുള്ളതാണ് പറയുന്നത്. എ ഫാക്റ്റ് എന്നാണ് പറഞ്ഞത്, എ കേസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. പലപ്പോഴും ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് പ്രൂവ്ഡ് നോട്ട് പ്രൂവ്ഡ് എന്ന് വരാറുണ്ട്. ഇത് ഓരോ വസ്തുതയും ഇങ്ങനെ തെളിയിപ്പിച്ച് അവസാനം വന്നിട്ട് ഡയറക്റ്റ് എവിഡൻസ് ഉള്ള കേസിലാണെങ്കിൽ അതിനെ എങ്ങനെ അനലൈസ് ചെയ്യണമെന്നുള്ള വേറൊരു രീതിയുണ്ട്. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉള്ളതാണെങ്കിൽ അതിന് വേറൊരു രീതിയുണ്ട്. 5 ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമുക്കത് സാഹചര്യ തെളിവ് വരുമ്പോൾ നോക്കാം. സാഹചര്യ തെളിവ് വരുമ്പോൾ എന്താണ് ആ ഗൈഡ് ലൈൻസ്, എങ്ങനെയൊക്കെ വന്ന സാഹചര്യ തെളിവിലാണ് ശിക്ഷിക്കാൻ പറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ വെറുതെ വിടാൻ പറ്റുക. ഈ മീഡിയേഷനൊക്കെ പോകാറില്ല. ഇവിടെ മീഡിയേഷന് പോകുമ്പോൾ കക്ഷികൾ വരുമല്ലോ, നമ്മളങ്ങ് ഒതുങ്ങിയിരിക്കും. കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് മുഴുവൻ പറയില്ല. സാറ് വേണേൽ അവിടെ വീട്ടിൽ വന്ന് ചോദിച്ചോ, അവിടെ അവർ പറയും എന്നെക്കുറിച്ച് എന്താണെന്ന് പറയും. ഇത് പറയാനുള്ളത് മുഴുവൻ അവർ പറയും, എന്നിട്ടാണ് ഒരു തീരുമാനത്തിലെത്തുന്നത്. പക്ഷേ എവിഡൻസ് ആക്ടിൽ അങ്ങനെ ഈ പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ പോകുകയാണെങ്കിൽ നമ്മുടെ കേസ് ഒരിക്കലും തീരില്ല. അപ്പോൾ അതുകൊണ്ട് എവിഡൻസ് ആക്ടിൽ കുറച്ച് ഈ വളരെ ചുരുക്കം എവിഡൻസുകൾ കൊടുക്കാൻ പാടുള്ളൂ. അതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒന്നാമത്, ഈ ഫാക്റ്റിന് ഇഷ്യൂവും റെലവൻറ്റ് ഫാക്ട്സിനെ കുറിച്ചുള്ള എവിഡൻസേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നീട് ഞാൻ പറയാം, സെക്ഷൻ 5 എടുക്കുമ്പോഴാണ് എൻ്റെ കറക്റ്റ് വരുന്നത്. രണ്ടാമത്, ഡയറക്റ്റ് എവിഡൻസ് വേണം എപ്പോഴും. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ് ഏറ്റവും നല്ലത്. പിന്നെ ഹിയർസേ എവിഡൻസ് പാടില്ല. ഹിയർസേ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു സംഗതി എവിഡൻസ് ആക്ടിൽ വായിച്ചാലും നമുക്കത് കിട്ടില്ല.
സെക്ഷൻ 60 ഓഫ് ദ എവിഡൻസ് ആക്ടിൽ ഓറൽ എവിഡൻസിനെ കുറിച്ച് പറയണം. 59 60. Oral evidence must in all cases be direct. That is to say, if it refers to a fact which could be seen, it must be the evidence of witness who says he saw it. If it refers to a fact which could be heard, it must be the evidence of a witness who says he heard it. If it refers to facts which could be perceived by any other sense or in any other way, manner, it must be the evidence of a witness who says he perceived it by that sense or in that manner. If it refers to an opinion or to the grounds on which that opinion is held, it must be the evidence of the person who holds that opinion. എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പം ബേസിക് തിയറി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് ഇത്. ഇതിൽ നിന്നാണ് നമ്മൾ ഹിയർസേ എവിഡൻസ് പാടുന്നുള്ള ആ പ്രിൻസിപ്പിളിലേക്ക് വരും. ഹിയർസേ എന്ന് വെച്ചാൽ കേട്ട് കേൾവിയാണ്. കേട്ട് കേൾവി എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനാണ്. കണ്ട ആൾ പറയണേ ഞാൻ കുത്തണ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് പറയണം അവൻ എന്നോട് പറഞ്ഞു അവൻ കുത്തണ കണ്ടു എന്ന് പറയുമ്പോൾ അത് ഹിയർസേ, ഞാൻ കണ്ടിട്ടില്ല, വേറൊരാൾ പറയുന്ന കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള എവിഡൻസ് ആക്ടിൽ എടുക്കില്ല. അതാണ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാൻ പോവുകയാണെങ്കിൽ ആ ഒന്നാമത് ഹിയർസേ എവിഡൻസിന് നമ്മൾ ക്രോസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ കണ്ടില്ല മറ്റേയാൾ പറഞ്ഞാണെന്ന് പറയും. അതിന് പാരൻ്റ് ഉണ്ടാവില്ല, ഓതർഷിപ്പ് ഉണ്ടാവില്ല. മാത്രമല്ല ഹിയർസേ എവിഡൻസ് ഒന്ന് കഴിഞ്ഞ് നമ്മൾ ഒരാൾ പറഞ്ഞെന്നാണ് പറഞ്ഞ് പിന്നെ രണ്ടാമത് പറഞ്ഞ് മൂന്നാമത് പറഞ്ഞ് ആൾ മാറി വരുമ്പോഴേക്കും അതിൻ്റെ വാലിഡിറ്റി മുഴുവൻ പോകും. അപ്പോൾ ബേസിക് തിയറി ഇതിൽ ഹിയർസേ എവിഡൻസ് പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി എവിഡൻസിലും സെക്കൻഡറി എവിഡൻസ് പാടില്ല എന്നുള്ളതാണ്. പക്ഷേ എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസിലാവാം. 65 ബിയിൽ പറയുന്നുണ്ട് 65 ABCD എന്ന് പറഞ്ഞ് ഡോക്യുമെൻ്ററി എവിഡൻസിൻ്റെ ആവാം. അതുപോലെ ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ കൺഫെഷൻ ഉണ്ട്, ഡയിങ് ഡിക്ലറേഷൻ ഉണ്ട്. ഡയിങ് ഡിക്ലറേഷൻ എന്ന് വെച്ചാൽ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അയാളുടെ മരണകാര്യത്തെക്കുറിച്ച് പറയുന്ന കാര്യം, അത് വലിയ എവിഡൻസാണ്. സെക്ഷൻ 32 പ്രകാരം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ത്യൻ ലോയിൽ അത് പറഞ്ഞു വരുമ്പോൾ നല്ല വ്യത്യാസങ്ങളുണ്ട്. സെക്ഷൻ 32 പ്രകാരം ഒരാൾ അയാളുടെ കോസ് ഓഫ് ഹിസ് ഡെത്ത് ഓർ ദി സർക്കംസ്റ്റൻസസ് ഓഫ് ദ ട്രാൻസാക്ഷൻ വിച്ച് റിസൾട്ടഡ് ഇൻ ഹിസ് ഡെത്തിനെ കുറിച്ച് പറയുമ്പോൾ ദാറ്റ് ഈസ് അഡ്മിസിബിളാണ്. എന്താണെന്ന് വെച്ചാൽ ആൾ മരിച്ചുപോയി, സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനാണ് വരുന്നത്. പക്ഷേ മരിക്കാൻ പോകുന്ന ആൾ ഒരിക്കലും നുണ പറയില്ല എന്നുള്ള പ്രിൻസിപ്പിളാണ് അത് അഡ്മിസിബിൾ ആക്കിയത്. ഓക്കെ. പക്ഷേ ഇന്ത്യൻ ലോയിൽ ഒരു സംഗതിയും കൂടിയുണ്ട്. വെദർ ഹീ ഈസ് അണ്ടർ എക്സ്പെക്റ്റേഷൻ ഓഫ് ഡെത്ത് ഓർ നോട്ട് എന്ന് പറയാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. എന്നാൽ പിന്നെ എങ്ങനെ ഇത് വരണമെന്ന് ചോദിക്കാം. അതിനുള്ള ഒരു റീസൺ തോന്നണത് ഇപ്പം കുത്തു കൊണ്ടിട്ട് ആൾ ഹോസ്പിറ്റലിൽ മരിച്ചു പോകുന്ന വെച്ച് മരിച്ചില്ല, അയാൾ രക്ഷപ്പെട്ടു വന്ന്, അപ്പോൾ പിന്നെ അത് ഡൈൻ ഡിക്ലറേഷൻ ആവില്ല. അപ്പോൾ അത് കൊറോബറേറ്റീവ് പീസ് ഓഫ് എവിഡൻസ് ആയിട്ടേ വരുള്ളൂ. ഇത് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡെത്ത് ഓർ നോട്ട് എന്ന് പറയണത് എന്ത് അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് ആലോചിച്ച് നോക്കിയാൽ അയാൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ഡെത്തിൽ പറഞ്ഞതാണെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ട്രൂ. ഡെത്ത് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്യത്തിൻ്റെ അംശം കുറവായിരുന്നു. അപ്പോൾ എവിഡൻഷ്യറി വാല്യൂ കുറയും. അയാൾ 324 വെറുതെ ഒരു കുത്ത് കിട്ടി, എന്നെ അവൻ കുത്തിയെന്ന് പറഞ്ഞു, കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചു പോവുകയാണ്. അപ്പം ഇത് ആയിട്ട് വരും. എന്നെ അവൻ കുത്തിയെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, 324 ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എന്നെ അയാൾ കുത്തിയെന്ന് ഞാൻ പറയുന്നു. ഞാൻ പിന്നെ മരിച്ചത് ഈ കുത്തുകൊണ്ടാണെന്ന് അവർ പറയുന്നു. അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഐ വാസ് നോട്ട് അണ്ടർ എക്സ്പെക്റ്റേഷൻ ഓഫ് ഡെത്ത്. സോ 32 പ്രകാരം ദിസ് ഈസ് അഡ്മിസിബിൾ. പക്ഷേ അതിൻ്റെ എവിഡൻഷ്യറി വാല്യൂ എത്രത്തോളം ഉണ്ടാവണം? ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇതല്ല. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ലോയിൽ ആ ഡെത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ വേണമെന്നുള്ള കർശന നിയന്ത്രണം വെച്ചാൽ വലിയ പാടാണ് പ്രൂവ് ചെയ്യാൻ. മരിച്ചാലും ഡെത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ ഇല്ല എന്നുള്ള ആൾക്കാർ വരുത്തിത്തരും. അതുകൊണ്ട് ഒരു പ്രൊവൈസോ പോലെ ഒരു റൈഡിങ് ആയിട്ടുള്ള ഒരു സാധനം വെച്ചതാണെന്നാണ് തോന്നുന്നത്. അതായിരിക്കണം.
എന്നിട്ട് പിന്നെ കോടതിക്ക് തീരുമാനിക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് ഡെത്ത് ഉണ്ടെങ്കിൽ അതിനകത്ത് എവിഡൻഷ്യറി വാല്യൂ ഭയങ്കരമാണ്. ഡെത്ത് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നോക്കിയാൽ മതി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കൂടാതെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഹിയർസ് എവിഡൻസ് അല്ലേ, അതുപോലെ വേറെ വേണ്ടാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ അവനിത് ചെയ്തിട്ടുണ്ടെന്ന് നമ്മളൊക്കെ പറയല്ലോ. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ചെയ്ത് കാണും. പക്ഷേ അങ്ങനെ ഒപ്പീനിയൻ കോടതി എടുക്കില്ല. ആരുടെ ഒപ്പീനിയനും എടുക്കില്ല, ഒരാളുടെ ഒപ്പീനിയൻ മാത്രമേ എടുക്കുള്ളൂ. എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ മാത്രമേ, സെക്ഷൻ 45 പ്രകാരം. അതുപോലെ സ്വഭാവം, നമ്മൾ പറയും അവനിത് ചെയ്ത് കാണും, അവൻ്റെ സ്വഭാവം അങ്ങനത്തെയാണെന്ന് പറയും. ബാഡ് ക്യാരക്ടർ, ക്രിമിനൽ കേസിൽ ബാഡ് ക്യാരക്ടർ നോക്കാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ സ്വഭാവം, ഒപ്പീനിയൻ, ഹിയർസ് എവിഡൻസ്, ഇതെല്ലാം ബേസിക്കലി എവിഡൻസ് ആക്ടിൽ ടാബുമാണ്, വേണ്ടാത്ത സാധനങ്ങളാണ്. പക്ഷേ ഇതിനൊക്കെ എക്സെപ്ഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ നമ്മൾ എടുക്കും. ചില കാര്യങ്ങളിൽ എവിഡൻസ് ബാഡ് ക്യാരക്ടർ എടുക്കാറുണ്ട്. ഹിയർസ് എവിഡൻസും ചില കാര്യങ്ങളും നമ്മൾ അഡ്മിസിബിളായിട്ട് വരുന്നുണ്ട്. കൺഫെഷൻ, ഈ ഡൈൻ ഡിക്ലറേഷനൊക്കെ ഹിയർസ് എവിഡൻസ് ആയിട്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ രണ്ടിലൊന്ന് കാര്യം ചെയ്യും. ഒന്നല്ലെങ്കിൽ മേ പ്രസ്യൂം, ഷാൽ പ്രസ്യൂം, കൺക്ലൂസീവ് പ്രൂഫ് പറയാം. അല്ലെങ്കിൽ ഹൗ ടു കോൺട്രഡിക്റ്റ് എ വിറ്റ്നസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സില്ല, അത് പറയാം. ഇപ്പോൾ നമ്മൾ സാക്ഷിനെ വിസ്തരിക്കുമ്പോൾ കോൺട്രഡിക്റ്റ് ചെയ്യില്ലേ, മൊഴി വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ച് കോൺട്രഡിക്റ്റ് ചെയ്യണം, അത് പറഞ്ഞോട്ടെ. എന്നുവെച്ചാൽ എവിഡൻസ് ആക്ടിലെ 2 സെക്ഷൻ വരും. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങി മേ പ്രസ്യൂം, ഷാൽ പ്രസ്യൂം പറഞ്ഞു. ഇപ്പോൾ 5 മണി വരെയല്ലേ ക്ലാസ്സുള്ളൂ. ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറയാം. നമ്മളിപ്പോൾ സാക്ഷികളെ വിസ്തരിക്കുമ്പോൾ ക്രോസ് എക്സാമിനേഷൻ അല്ലേ നമ്മുടെ പ്രൊഫഷനിലെ ഏറ്റവും നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട സാധനം. അതിന് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഈ സാധനം ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള സാധനമല്ല. നമ്മുടെ ഇതിൽ ഈ സാധനം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ IPC യും CRPC യും ഏത് ഇത് വന്നാലും നോക്കുക. ഇത് പക്ഷേ വലിയ കുഴപ്പമുള്ളതല്ല, പഠിച്ചു വരുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതിപ്പോൾ ക്രോസ് എക്സാമിനേഷനിൽ നമ്മളെ വൺ ഓഫ് ദ വേയ്സ് ഇൻ വിച്ച് സാക്ഷി വന്നിട്ട് എന്താ ഞാൻ പ്രതിക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്ന ആളെന്ന രീതിയിലാണ് ഞാനിപ്പോൾ പറയണത്. അപ്പോൾ സാക്ഷി വന്നിട്ട് ഈ പ്രതിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുത്തണ കണ്ടു, മറ്റേത് കണ്ടു, മറിച്ച കണ്ടു, ഇത് കണ്ടു എന്ന് പറഞ്ഞു. നമ്മൾ വിസ്തരിച്ചിട്ട് ഇയാൾ നുണ പറയുന്ന ആളാണ്, ഇയാൾ പറയുന്നത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, ഇയാളെ അവിശ്വസിക്കണമെന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. അതിനാണ് നമ്മൾ ക്രോസ് എക്സാമിൻ ചെയ്യുമ്പോൾ. അങ്ങനെ ക്രോസ് എക്സാമിൻ ചെയ്യുമ്പോൾ ഇയാൾ നുണ പറയുന്ന ആളാണെന്ന് തെളിയിക്കാൻ പറ്റിയ ഒരു മാർഗമാണ് പോലീസുകാർ ഈ സാക്ഷികളുടെ മൊഴി എഴുതിയൊരു പകർപ്പ് നമുക്ക് തരൂല്ലേ, കുറ്റപത്രം തരില്ലേ, ചാർജ് ഷീറ്റ് തരും. ചാർജ് ഷീറ്റിൽ ഈ സാക്ഷികളുടെ മൊഴി എഴുതിയിട്ടുണ്ടാവും പോലീസുകാർ. 161 സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് നേരത്തെ പറഞ്ഞത്. സാക്ഷികളെയും പ്രതികളെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള വകുപ്പ് 160 പ്രകാരമാണ്. 160 പ്രകാരം ചോദ്യം ചെയ്തിട്ട് അത് അവരെ എഴുതിയെടുക്കും. ആ പറയുന്ന കാര്യങ്ങൾ പോലീസുകാരിങ്ങനെ എഴുതിയെടുക്കും. അതാണ് 161 സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വിറ്റ്നസസ്. എല്ലാ പ്രതികൾക്കും അതിൻ്റെ കോപ്പി കൊടുക്കും. അപ്പം നമുക്കറിയാം ഇന്ന സാക്ഷി ഇന്ന കാര്യങ്ങളാണ് പറയാൻ പോണം. നമ്മളതൊരു 10 തവണ വായിച്ചിട്ടാണ് പോണത്. ഇവൻ പറഞ്ഞോ നമ്മുടെ മനഃപ്പാടമായിരിക്കും. അപ്പോൾ ഇവൻ പറയുമ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് പോയാൽ, ഇവിടെ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞാലൊക്കെ നമുക്ക് അപ്പം സ്ട്രൈക്ക് ചെയ്യും. നമ്മളങ്ങനെ പ്രിപ്പയർഡായിട്ടാണ് പോണത് ഈ സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചിട്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവൻ അതിൽ നിന്ന് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു, മാറി പറയുന്നു. ഇതൊക്കെ നമ്മൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അങ്ങനെയാണ് നമ്മൾ ആ സാക്ഷിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്. കോൺട്രഡിക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അയാൾ കോടതിയിൽ വന്നൊരു കാര്യങ്ങൾ പറയുന്നു, പോലീസിന് നേരത്തെ കൊടുത്ത മൊഴിയിൽ നേരെ ഓപ്പോസിറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവന്നാൽ എങ്ങനെ കോടതി അവിശ്വസിക്കും, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 160 പ്രകാരം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് സാക്ഷികളെ അല്ലെങ്കിൽ പേഴ്സൺ അക്വൈൻറ്റഡ് വിത്ത് ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ് ഓഫ് ദ കേസിനെ ചോദ്യം ചെയ്യാം. എന്നിട്ട് എങ്ങനെ ഇതുണ്ടായെന്ന് ചോദിച്ചാൽ അയാൾ പറയും, ഞാനിങ്ങനെ നടന്നു പോയിരുന്നു, അപ്പോൾ ഇവരവിടെ നിൽക്കുന്നുണ്ട്, ഇയാളുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു, കത്തിയെടുത്ത് അയാളുടെ പുത്രനെ ഞാൻ കണ്ടു, എന്നിട്ട് ഇയാൾ ചത്തു, ഇയാൾ ഓടിപ്പോയി, ഇത്രയും കാര്യങ്ങൾ അയാൾ പറഞ്ഞു. അത് പോലീസുകാർ എഴുതി.
പോലീസുകാരെഴുതിയാൽ നമ്മൾ വിചാരിക്കുന്ന ആ മൊഴി കൊടുത്ത സാക്ഷി കൊണ്ട് എഴുതി ഒപ്പിടിപ്പിക്കുന്നതാണ്. ഒപ്പിടിപ്പിക്കാൻ പാടില്ല. 162 CRPC പ്രകാരം അത് ആ സാക്ഷികളുടെ മൊഴി പോലീസുകാരെഴുതിയെടുക്കുന്നത് ഒരിക്കലും സാക്ഷികളെ കൊണ്ട് ഒപ്പിടിക്കാൻ പാടില്ല. 162 അങ്ങനെ ഒരു ബാറുണ്ട്. അതെന്തിനാണെന്ന് നമ്മൾ വിചാരിക്കും. എന്താണെന്ന് വെച്ചാൽ അത് കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസുകാർ എഴുതിയെടുക്കുന്നതാണ്. അന്വേഷണം കഴിഞ്ഞിട്ട് കോടതിയിൽ സാക്ഷി വരും. സാക്ഷി വരുമ്പോൾ കോടതിയിൽ വന്ന് സത്യം ചെയ്തിട്ട് മൊഴി പറയുമ്പോൾ സാക്ഷിക്ക് സത്യം പറയണമെന്നുണ്ടെങ്കിൽ അയാൾ നേരത്തെ ഒപ്പിട്ട് കൊടുത്ത ഒരു മൊഴി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ വിചാരിക്കും ഞാനൊന്ന് പോലീസിൽ പറഞ്ഞപ്പോൾ മൊഴി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് മാറി പറഞ്ഞാൽ ശരിയാണോ എന്നുള്ള ഭയം വരും. ചിലപ്പോൾ അത് തെറ്റായിരിക്കാം പോലീസിന് കൊടുത്ത മൊഴി, അല്ലെങ്കിൽ പോലീസ് തെറ്റായിട്ട് എഴുതിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. കോടതിയിൽ വരുമ്പോൾ നിർഭയമായിട്ട് സാക്ഷിക്ക് എവിഡൻസ് കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നേരത്തെ കൊടുത്ത മൊഴിയിൽ ഒരിക്കലും ഒപ്പിടിക്കാൻ പാടില്ല. അതാണ് 162 CRPCയിൽ ആദ്യത്തെ കണ്ടീഷൻ. എന്നിട്ട് അത് പറയും, ഈ മൊഴി നിങ്ങൾക്ക് എന്തിനുപയോഗിക്കാം? ഒരേ ഒരു കാര്യത്തിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്താണ് ആ കാര്യം എന്ന് ചോദിച്ചാൽ കോൺട്രഡിക്റ്റ് ചെയ്യാൻ. സാക്ഷിയെ വിസ്തരിക്കുമ്പോൾ അയാൾ രാമൻ തല്ലി എന്നാണ് പറഞ്ഞേക്കുന്നത്, ഇവിടെ വന്നിട്ട് പറയണത് കൃഷ്ണൻ തല്ലി എന്നാണ് പറയണം. സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ ചോദിക്കും, നിങ്ങളെ പോലീസുകാരെ കണ്ട് ചോദിച്ചിട്ടില്ലേ? ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ കൃഷ്ണൻ തല്ലി എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ നിങ്ങൾ രാമൻ തല്ലി എന്നാണല്ലോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കാണുന്നു, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞു കൊടുത്തല്ലോ. പോലീസുകാർ എഴുതി വെച്ചാൽ ആ പോർഷൻ നമ്മൾ എക്സിബിറ്റ് D1 പോലെ മാർക്ക് ചെയ്യും. അതൊരു പ്രോസസ്സാണ്, പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ചോദിക്കണത് എന്ന് ചോദിച്ചാൽ 145ഉം 155ഉം സെക്ഷനുണ്ട് എവിഡൻസ് ആക്ടിൽ. 145 സെക്ഷൻ പ്രകാരമാണ് പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ഒരു സാക്ഷിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നമ്മുടെ ഈ ക്രോസ് എക്സാമിനേഷനിൽ ഒരു വലിയൊരു കാര്യമാണിത്. ആ പ്രോസസ്സ് ഒന്ന് ശരിക്കും പഠിച്ചാൽ നല്ല രസമുള്ള പരിപാടിയാണ്. 145 ഞാനൊന്ന് വായിക്കാം. 160 ഇത് ഇത്രയും മനസ്സിലായില്ലേ? 160 പ്രകാരം പവറുണ്ട്. 161 പ്രകാരം സാക്ഷി പറയണ എഴുതിയെടുക്കാം, പ്രതി പറയണ എഴുതിയെടുക്കാം. 162 ഒരു കാര്യം പറയുന്നത് ഒരിക്കലും ആ മൊഴിയിൽ ഈ വിറ്റ്നസിനെ കൊണ്ട് ഒപ്പിടിക്കാൻ പാടില്ല. രണ്ടാമത്തത്, ഈ മൊഴി ഈ പോലീസുകാരെ എഴുതി വച്ചിരിക്കുന്ന 161 സ്റ്റേറ്റ്മെൻറ്റ് that can only be used to contradict the witness. പ്രതി പറഞ്ഞതിനെ ഘടകവിരുദ്ധമായിട്ട് വരുന്ന കാര്യങ്ങളുണ്ടെന്ന് കാണിക്കാൻ, അയാൾ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് കാണിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തിപ്പോൾ പ്രീവിയസ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഗതി വരും. പ്രീവിയസ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കോടതിയിൽ വന്ന് വിസ്തരിച്ച് കഴിയുമ്പോഴാണ് പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് വരുന്നത്. പ്രീവിയസ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ പ്രസൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ കൊടുക്കുന്നത്. സാക്ഷി വന്ന് സത്യം ചെയ്ത് മൊഴി കൊടുക്കുന്നതാണ് പ്രസൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതിനു മുമ്പ് കൊടുത്തുള്ള എല്ലാ മൊഴികളും പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ കോടതിയിൽ വന്ന് പറഞ്ഞതിനെതിരായിട്ട് എന്തെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് 145 എവിഡൻസ് ആക്ടിൽ പറയണം. ഞാൻ വായിക്കട്ടെ. ക്രോസ് എക്സാമിനേഷൻ ആസ് ടു പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ റൈറ്റിംഗ്. എ വിറ്റ്നസ് മേ ബി ക്രോസ് എക്സാമിൻഡ് ആസ് ടു previous statements made by him in writing or reduced into writing. പോലീസുകാരുടെ അടുത്ത് വരുമ്പോൾ they have reduced it into writing ആണ്. ഇയാൾ നേരത്തെ ഒരു കത്ത് എഴുതിയാൽ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും, ഇവിടെ പറഞ്ഞതിനേക്കാളും എതിരുള്ളതുണ്ടെങ്കിൽ. അപ്പോൾ മെയ്ഡ് ഇൻ റൈറ്റിംഗ് ആണ്. പോലീസുകാർ they are reducing the statement into writing. അവർ പറയണത് കേട്ടിട്ട് അവരെഴുതിയെടുക്കുന്നു. A witness may be cross-examined as to previous statement made by him in writing or reduced into writing and relevant to matters in question, without such writing being shown to him or being proved. But if it is intended to contradict him by the writing, his attention must, before the writing can be proved, be called to those parts of it which are to be used for the purpose of contradicting him. അയാളെ കാണിക്കാതെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണൻ തല്ലി എന്ന് പറയുന്നു, അവിടെ പറഞ്ഞേക്കെ രാമൻ തല്ലി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ തല്ലി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുക, നിങ്ങളെ പോലീസുകാരെ കണ്ട് ചോദിച്ചിട്ടില്ലേ? ചോദിച്ചു.
നിങ്ങൾ കൃഷ്ണൻ തല്ലിയെന്ന് അല്ല പറഞ്ഞു, നിങ്ങൾ രാമൻ തല്ലിയെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ദാ നിങ്ങളുടെ മൊഴിയിൽ ഇങ്ങനെ കാണുന്നു. അതുവരെ എനിക്കിത് കാണിക്കണ്ട. വിത്തൗട്ട് ഷോയിങ് ഹിം ഐ ക്യാൻ ആസ്ക് ഹിം. അവൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ദാ നിങ്ങളുടെ മൊഴിയിൽ എങ്ങനെ കാണുന്നു, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. അയാൾ എന്തെങ്കിലും ഉത്തരം പറഞ്ഞു, പോലീസുകാർ എഴുതി വെച്ചാണെന്ന് പറഞ്ഞു, നമ്മൾ പറയും കോടതിയോട് ആ പോർഷൻ ഒരു എക്സിബിറ്റ് D1 ആയിട്ട് മാർക്ക് ചെയ്യാൻ പറയും. അങ്ങനെ മാർക്ക് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വരുമ്പോൾ അയാളോട് നമ്മൾ ഈ ചോദ്യം തന്നെ ചോദിക്കും, ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് മുഴുവൻ എഴുതണ്ട, രാമൻ കൃഷ്ണനെ തല്ലുന്ന കണ്ടു എന്ന് മുഴുവൻ എഴുതണ്ട, എക്സിബിറ്റ് D1 പോലെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി പറയണതാണത്. അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് എന്തിനാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് വരുമ്പോൾ നമുക്ക് 155 നോക്കാം. 155 വായിക്കട്ടെ ഞാൻ. ഇംപീച്ചിങ് ക്രെഡിറ്റ് ഓഫ് വിറ്റ്നസ്. The credits of a witness may be impeached in the following ways. ഇംപീച്ച് ചെയ്യാന്ന് പറയാൻ നമുക്കറിയില്ല, നമ്മൾ ജഡ്ജിമാരെയൊക്കെ ഇംപീച്ച് ചെയ്യാന്നല്ലേ പറയാം അല്ലേ? അവരെ ആ യോഗ്യതയില്ലാത്തവരെന്ന് കണ്ട് കളയുക, അവരെ എന്താ പറയുക, ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, വിശ്വസിക്കാൻ പറ്റാത്തവരാണെന്ന്, അതാണ് ഇംപീച്ച് ചെയ്യുക. ഒരു വിറ്റ്നസ്സിനെ ഇംപീച്ച് ചെയ്യുക, വിറ്റ്നസ് കൊള്ളില്ലാത്തവനാണെന്ന് നമ്മൾ കാണിക്കാൻ പോവുക. എങ്ങനെയാണ്? ദ ക്രെഡിറ്റ് ഓഫ് എ വിറ്റ്നസ് മേ ബി ഇംപീച്ച്. അയാളുടെ വിശ്വാസ്യത എങ്ങനെ തകർക്കാം? ഇൻ ദ ഫോളോയിങ് വേസ്: ബൈ അഡ്വൈസ് പാർട്ടി ഓർ വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ കോർട്ട് ബൈ ദ പാർട്ടി ഹു കോൾസ് ഹിം. എതിർഭാഗം വക്കീലിന് ഒരു സാക്ഷിയെ എങ്ങനെ വിസ്തരിച്ച് അയാൾ വിശ്വാസ്യനല്ല എന്ന് വരുത്താം. അല്ലെങ്കിൽ അയാളെ വിളിച്ച ഭാഗത്തിന് തന്നെ, സാധാരണ ഉദാഹരണം പറഞ്ഞാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സാക്ഷിനെ വിളിച്ചിട്ട് ഹോസ്റ്റലാവുന്ന സംഭവം വരില്ലേ, അപ്പോൾ അയാൾക്ക് ക്രോസ് ചെയ്യാം. അതാണ് ഈ രണ്ടാമത് പറഞ്ഞത്. ഓർ ബൈ ദ പാർട്ടി ഹു കോൾസ് ഹിം എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂട്ടർ വിളിച്ചിട്ട് വന്നാണ്, അയാൾക്ക് തന്നെ ക്രോസ് ചെയ്യാം. അത് സമയം വ്യത്യാസമുണ്ട്. അപ്പോൾ 3 രീതി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഒരാൾ കള്ളനാണ് അല്ലെങ്കിൽ അയാളെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. 1, ബൈ എവിഡൻസ് ഓഫ് പേഴ്സൺസ് ഹു ടെസ്റ്റിഫൈ ദാറ്റ് ദേ ഫ്രം ദ നോളജ് ഓഫ് ദ വിറ്റ്നസ് ബിലീവ് ഹിം ടു ബി അൺവർത്തി ഓഫ് ക്രെഡിറ്റ്. ഞാൻ 2-3 സാക്ഷികളെ കൊണ്ടുവരികയാണ്, എന്നിട്ട് പറയിപ്പിക്കുക അവരുടെ അറിവിൽ ഇയാൾ വിശ്വസിക്കാൻ പറ്റില്ല, എന്നിട്ട് ക്രോസ് ചെയ്യുമ്പോൾ അവർ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെ ചെയ്യാം. ദാറ്റ് ഈസ് വൺ ഓഫ് ദ വേസ്. 2, ബൈ പ്രൂവ് ദാറ്റ് ദ വിറ്റ്നസ് ഹാസ് ബീൻ ബ്രൈബ്ഡ് ഓർ ഹാസ് അക്സെപ്റ്റഡ് ദ ഓഫർ ഓഫ് എ ബ്രൈബ് ഓർ ഹാസ് റിസീവ്ഡ് എനി അതർ കറപ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ് ടു ഗിവ് എവിഡൻസ്. അയാൾ കൈക്കൂലി മേടിച്ചിട്ടുണ്ട് സാക്ഷി എന്ന് ഞാൻ തെളിയിക്കുകയാണ്. അല്ലെങ്കിൽ സൈക്കോളജി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മദ്യം കൊടുക്കാം, സ്ത്രീ കൊടുക്കാം, അങ്ങനെ വേറെ എന്തെങ്കിലും ഇൻഡ്യൂസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ തെളിയിക്കുകയാണെങ്കിൽ അയാളുടെ സ്വഭാവം മോശമാണ്, അയാളെ കോടതി വിശ്വസിക്കില്ല. പിന്നെ ബൈ പ്രൂഫ് ഓഫ് ഫോർമർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻകോൺസിസ്റ്റൻറ്റ് വിത്ത് എനി പാർട്ട് ഓഫ് ഹിസ് എവിഡൻസ് വിച്ച് ഈസ് ലയബിൾ ടു ബി കോൺട്രഡിക്റ്റഡ്. 155 സബ്സെക്ഷൻ 3-ലാണ് നമ്മളിപ്പോൾ കോൺട്രഡിക്റ്റ് ചെയ്ത സാധനം നമ്മൾ ഉപയോഗിക്കാൻ പോകണം. അയാളെ അവിശ്വസിക്കാനുള്ള 3 കാര്യങ്ങളിൽ 3ാമത്തെ രീതി പറയണത് എങ്ങനെ? അയാളുടെ കോൺട്രഡിക്ഷൻസ് കോടതിയിൽ ഇത് കൊണ്ടുവന്നാൽ ബൈ പ്രൂഫ് ഓഫ് ഫോർമർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻകോൺസിസ്റ്റൻറ്റ് വിത്ത് എനി പാർട്ട് ഓഫ് ഹിസ് എവിഡൻസ് വിച്ച് ഈസ് ലയബിൾ ടു ബി കോൺട്രഡിക്റ്റഡ്. ഇവിടെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായ ആ മൊഴി നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ അയാളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാമെന്നാണ് പറയണം. ഇതെങ്ങനെ ചെയ്യുക, എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്നറിയോ? ഒരേ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ആദ്യം ഇത് മനസ്സിലായി. പ്രസൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കോടതി കൊടുക്കണം മൊഴി. ഫോർമർ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആവാം. അത് വെച്ചിട്ട് ഇവിടെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായൊരു കാര്യം നമ്മൾ ഇവിടെ കൊണ്ടുവരികയാണ്. ഇയാളിങ്ങനെ കാണിച്ചു എന്ന് തെളിയിക്കുകയാണ്. അപ്പോൾ കോടതി എടുക്കേണ്ടത് എങ്ങനെയാണ് അയാളുടെ ഡിസ്ബിലീവ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് what he has said before the court is true. എന്തോ ഈ വിറ്റ്നസിൻ്റെ മറ്റു പലരല്ല, ഈ വിറ്റ്നസിൻ്റെ ഒരു വിറ്റ്നസിനെ നമ്മൾ കോൺട്രഡിക്റ്റ് ചെയ്തു, ആ എവിഡൻസ് കൊണ്ടുവരുന്നു. അപ്പം നമ്മൾ പറയാണ് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രിൻസിപ്പിൾ ഇതാണ്: ഹീ ഈസ് എ പേഴ്സൺ ഹു ഹാസ് ഗിവൺ 2 different വേർഷൻസ്.
regarding the same incident to two different authorities, one to the policeman, the other to the court. Such a person cannot be believed. Simple philosophy. ഇതാണ് ഒരേ കാര്യത്തെക്കുറിച്ച് പോലീസുകാരനോട് ഒരു വിധം, കോടതിയിൽ വേറൊരു വിധം പറയണം. അങ്ങനെയുള്ള ആളെ വിശ്വസിക്കാൻ പറ്റില്ല. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് വാട്ട് യു ഹാവ് സെഡ് ഹിയർ ഈസ് റൈറ്റ് ഓർ വാട്ട് യു ഹാവ് സെഡ് ദെയർ ഈസ് റോങ്. അതല്ല. ഒരേ കാര്യത്തെക്കുറിച്ച് രണ്ട് അധികാര സ്ഥാനങ്ങളിൽ നേരെ ഘടകവിരുദ്ധമായിട്ട് പറയുന്ന ആൾ, അയാളെ വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അതാണ് നമ്മൾ ഈ കോൺട്രഡിക്ഷൻസ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതിൻ്റെ പ്രിൻസിപ്പിൾസ്. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്നത്. ഈ നിസ്സാര വ്യത്യസ്ത വന്നാൽ പോരാ, റെലവൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള സംഗതികളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒമിഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, കോൺട്രഡിക്ഷൻസ് ആൻഡ് ഒമിഷൻസ്. എന്താണ് ഒമിഷൻസ് എന്ന് വെച്ചാൽ, കൃത്യസ്ഥലം അവസറിൽ സാക്ഷിയായ ഒരാൾ, അയാളുടെ മൊഴി, ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പോലീസുകാർ അവിടെ നിൽക്കണ്ടായിരുന്നു, സ്ഥലമൊക്കെ നോക്കി അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തുവെന്ന് പറയാൻ വന്ന ആൾ ഇവിടെ വന്നെന്ന് ചോദിച്ചപ്പോൾ പറയുക, സാറേ ഞാൻ ഇയാളെ കുത്തനെ കണ്ടു എന്ന് കോടതി വന്ന് പറയാൻ. കുത്തനെ കണ്ടുവന്ന് കാണാത്ത ആളാണ്, പറയാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കാര്യം പോലീസുകാരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് വന്ന് കോടതിയിൽ വന്നിട്ടാണ് പറയണത് കുത്തനെ കണ്ടു. അപ്പോൾ ഇറ്റ് ഈസ് എ തിങ് വിച്ച് ഹി ഹാസ് omitted to mention before the police officer, but he has dared to come and speak before the court. അപ്പോൾ അവിടെ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യം he has omitted to speak about in the previous statement, but he comes and speaks here. That is a material omission. എന്ന് വെച്ചാൽ ഒരു കോൺട്രഡിക്ഷൻ പോലെ തന്നെയല്ലേ, വ്യത്യസ്തമായൊരു കാര്യം തന്നെയല്ലേ. കണ്ടിരുന്നെങ്കിൽ അയാൾ എന്തോ അവിടെ പറയണമായിരുന്നല്ലോ, അയാൾ പറഞ്ഞില്ല. പറയാതെ അവിടെ പറയാത്ത കാര്യം ഇവിടെ ഒന്ന് പറയുമ്പോൾ ഒരു മെറ്റീരിയൽ ഒമിഷനാണ്. 162 CRPCയുടെ എക്സ്പ്ലനേഷനിൽ പ്രൊവൈസോയിൽ വരുമ്പോൾ എ മെറ്റീരിയൽ ഒമിഷൻ ഈസ് ഓൾസോ എ കോൺട്രഡിക്ഷൻ എന്ന് പറയും. അപ്പം നമ്മൾ ഈ വിസ്തരിക്കുമ്പോൾ നിങ്ങൾ പോലീസുകാരെ കണ്ട് ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ മൊഴിയിൽ അങ്ങനെ കാണുന്നില്ല എന്ന് നമ്മൾ ചോദിക്കുന്നത്, ഈ മെറ്റീരിയൽ ഒമിഷൻ വിച്ച് ടാൻഡമൗണ്ട്സ് ടു എ കോൺട്രഡിക്ഷൻ യു ആർ ബ്രിങ്ങിങ് ഇറ്റ് ഇൻ ടു എവിഡൻസ്. ഇത് ചോദിച്ചു കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വരുമ്പോൾ നമ്മൾ ചോദിക്കും, പോലീസുകാരെ കണ്ട് ചോദിച്ചപ്പോൾ ഇയാളിതാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഡ്യൂലി പ്രൂവ്ഡായി. ഇതൊരു പ്രോസസ്സാണ്. ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. അങ്ങനെ സാക്ഷിയോട് ചോദിച്ചത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും കൂടി ചോദിച്ച് കഴിയുമ്പോഴേ അതിൻ്റെ ആ കോൺട്രഡിക്ഷൻ്റെ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വരുള്ളൂ. അത് ചോദിച്ചില്ലെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആവില്ല. അതിനാണ് ഡ്യൂലി പ്രൂവ്ഡ് എന്ന് പറഞ്ഞ് 162 ഒരു വാക്കുണ്ട്. അപ്പം ഇതാണ് നമ്മൾ പ്രിലിമിനറി ആയിട്ട് നമുക്കുള്ള ആയുധം. എന്താണ്? കോടതിയിൽ ഈ സാക്ഷിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ അന്വേഷിച്ചൊക്കെ ചെയ്യും. അയാൾ കള്ളനാണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അതുകൂടാതെ നമ്മുടെ ഏറ്റവും വലിയ ആയുധം ഈ പോലീസുകാർ തരുന്ന ഈ സാക്ഷിയുടെ മൊഴി എന്നും പറഞ്ഞ് 161 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് ഡിഫൻസ് ലോയറിൻ്റെ ഏറ്റവും വലിയ ആയുധം. അത് വെച്ചിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ മനപ്പാഠം പോലെ ഇരിക്കണം. ഇവൻ എപ്പോഴാണ് ഇല്ലാത്ത കാര്യം പറയുന്നത്, എപ്പോഴാണ് ഇവൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ എവിഡൻസ് വരുമ്പോൾ കോൺട്രഡിക്ഷൻ ഒമിഷൻ എന്ന് കുറിച്ച് വെച്ചിട്ട് ഇവനോട് ചോദിച്ച് ഇത് വരുത്തും. ആ വരുത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഇയാളോട് ചോദിക്കേണ്ടത്? ഹിസ് അറ്റൻഷൻ മസ്റ്റ് ബി ഡ്രോൺ ടു ഇറ്റ് എന്ന് 145 എവിഡൻസ് ആക്ടിൽ ഇപ്പോൾ നമ്മൾ വായിച്ചു. ഒരു സാക്ഷിയെ ക്രോസ് ചെയ്യുമ്പോൾ പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ക്രോസ് ചെയ്യുമ്പോൾ ഹിസ് അറ്റൻഷൻ ഷുഡ് ബി ഡ്രോൺ ടു ദാറ്റ് പോർഷൻ എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്നറിയാമോ അതിൻ്റെ ഇത്? ഇപ്പം നമ്മളൊരു കുട്ടി എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനെ ശാസിക്കുന്നു. അതിനു മുമ്പ് നമ്മൾ ചോദിക്കുന്നു, നീ എന്തിനാ അങ്ങനെ കാണിച്ചെന്ന് ചോദിക്കും. അത് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിളല്ലേ? നോ വൺ ഷാൽ ബി കണ്ടംഡ് അൺഹേർഡ് ഓഡിയോ. ഒരു തെറ്റ് ചെയ്യുമ്പോൾ അയാൾക്കൊരു ചാൻസ് കൊടുക്കണ്ടേ? നോ വൺ ഷാൽ ബി കണ്ടംഡ് അൺഹേർഡ്. അവർക്ക് പറയാനുള്ള എന്താണെന്ന് കേൾക്കണം, വേണ്ടേ? 313 സ്റ്റേറ്റ്മെൻ്റ് ഇല്ലേ, പ്രോസിക്യൂഷൻ്റെ എവിഡൻസ് മുഴുവൻ കഴിഞ്ഞിട്ട് പ്രതിയെ കൂട്ടിൽ അവിടെ നിർത്തിയിട്ട് ഇന്നിന്ന സാക്ഷി ഇന്നിന്ന പോലെ പറയുന്നു, കോടതി വായിച്ച് കേൾപ്പിക്കും. അത് ഈ പ്രിൻസിപ്പിളിൻ്റെ എക്സ്റ്റൻഷനാണ്. ബിഫോർ any action is going to be taken against him, he is being given an opportunity to explain regarding the things that appear against him. സെയിം പ്രിൻസിപ്പിളാണ് ഈ സാക്ഷിയോട് നമ്മൾ ചോദിക്കണം. നമ്മൾ അയാളെ കള്ളനാക്കി ചിത്രീകരിക്കാൻ പോവുകയാണ്, നമ്മൾ അയാളൊരു മോശക്കാരനാക്കി കാണിക്കാൻ പോവുകയാണ് ഈ കോൺട്രഡിക്ഷൻ വഴി. അതുകൊണ്ട്
വി ഷുഡ് ഡ്രോ ഹിസ് അറ്റൻഷൻ ടു ദിസ് പാർട്ട്. ഇതാ ഇങ്ങനെ പോലീസുകാർ എഴുതി കാണുന്നു, എന്തെങ്കിലും പറയാനുണ്ടോ? 313 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്റ്റൻഷനാണ്. അതാണ് 145. അപ്പോൾ കോൺട്രഡിക്ഷൻ മാർക്ക് ചെയ്യാനുള്ള സംശയം വരികയാണെങ്കിൽ 160 CRPC, 161 CRPC, 162 CRPC, 145 എവിഡൻസ് ആക്ട്, 155(3) എവിഡൻസ് ആക്ട്. ഇത്രയും സാധനം കുറേ തവണ വായിച്ച് അത് പഠിച്ചു വെച്ചാൽ നമുക്ക് കോൺട്രഡിക്ഷൻ്റെ ആ ഒരു ടെക്നിക്ക് കിട്ടും. അത് കിട്ടിയാൽ നമ്മുടെ ക്രോസ് എക്സാമിനേഷൻ്റെ ഒരു വലിയൊരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോരും. വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ചെയ്യാറുണ്ട്. മാർക്കിങ്, അതെ. അത് ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പോലീസുകാരോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അയാൾ പറയണം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ആർഗ്യൂ ചെയ്താൽ മതി. ഹി ഹാസ് ഗിവൺ 2 ഡിഫറെൻറ്റ് വേർഷൻസ്. പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നല്ല പറഞ്ഞു, അപ്പോഴാണ് നമ്മൾ മാർക്ക് ചെയ്തത്. പറഞ്ഞു കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ അഡ്മിറ്റഡ് ഫാക്ട്സ് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്, ദാറ്റ് ഈസ് അത് മതി, പിന്നെ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇന്ന് പതിയെ നിർത്തിയാലോ? ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് ഞാൻ വിടില്ല, ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 5 തുടങ്ങി 55 വരെ പതിയെ ഒന്ന് നോക്കാം. ഇൻസ്ട്രക്ഷൻസ് വായിച്ചു. 5 എവിഡൻസ് മേ ബി ഗിവൺ in any sort of proceeding of every fact in issue and of such other facts as are hereinafter declared to be relevant എന്ന് പറയും. എന്നിട്ട് അവസാനം പറയും ആൻഡ് ഓഫ് നോ അതേഴ്സ്. അതിനാണ് ഏറ്റവും വലിയ സെക്ഷൻ ഈ എവിഡൻസ് ആക്ടിലെ ഏറ്റവും വലിയ വാക്ക്, ആൻഡ് ഓഫ് നോ അതേഴ്സ്. അപ്പം നമ്മൾ വിചാരിക്കില്ലേ എന്തിനാണ് ഇത്രയും സ്ട്രിക്റ്റായിട്ട് ഒരു കോടതിക്ക് എന്താ അങ്ങനെ വിട്ടതാന്ന് നോക്കണ്ടാണോ എന്ന്. നമുക്ക് കോടതിക്ക് ഈ എവിഡൻസ് ആക്റ്റിൽ വരുന്നത് മാത്രമേ നോക്കാൻ പാടില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. എന്തൊരു ജഡ്ജിന് എന്തൊരു സൈറ്റിലൊന്നും ഞാൻ ഇതിനൊക്കെ പറഞ്ഞു. കുറച്ച് രസമായിട്ട് സോഫിമയുടെ സെക്ഷൻ 47 ഇല്ലേ, ഈ എന്താ പറയുക എക്സ്പേർട്ട് ഒപ്പീനിയൻ, അതിനകത്ത് ഹൂ ഈസ് എ പേഴ്സൺ അക്വൈൻറ്റഡ് വിത്ത് ദ ഫാക്ട്സ് ആൻഡ് ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ള വരും. അപ്പോൾ ഒരു 306 അബറ്റ്മെൻ്റ് ഓഫ് സൂയിസൈഡ് കേസാണ്. അതിൽ മരിച്ച പെണ്ണ് എഴുതി വെച്ചു ഇവൻ എന്നെ ഇത്ര തവണ അത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചു. അത് പ്രൂവ് ചെയ്യാനുള്ള കത്ത് പ്രൂവ് ചെയ്യാനുള്ളത് ആ കുട്ടിയുടെ ബ്രദറാണ് വന്നത്. ബ്രദർ വന്നിട്ട് ബ്രദറിനോട് നമ്മൾ ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ ഈ പെണ്ണ് എഴുതുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവനില്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ച് നമ്മൾ ആർഗ്യുമെൻ്റൊക്കെ കൊണ്ടുവന്ന് സുന്ദരം ഗോവിന്ദ് സാറ് 1 വർഷമേ തന്നുള്ളൂ, സോഫി മാഡത്തിൻ്റെ അവിടെ വന്ന് 1 വർഷമേ തന്നുള്ളൂ എന്ന് പറഞ്ഞ് അത് കൺഫേം ചെയ്തു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു മെയിൻ ആർഗ്യുമെൻ്റ് ഇതാണ്, ഹി വാസ് നോട്ട് എ പേഴ്സൺ അക്വൈൻറ്റഡ് വിത്ത് ദി ഹാൻഡ് റൈറ്റിംഗ് സെക്ഷൻ 47 അതും കൂടി കേട്ടിപ്പോ. ഒപ്പീനിയൻ ആസ് ടു ഹാൻഡ് റൈറ്റിംഗ് വെൻ റെലവൻറ്റ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയും. എ പേഴ്സൺ ഈസ് സെറ്റ് ടു ബി അക്വൈൻറ്റഡ് വിത്ത് ദ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് അനദർ പേഴ്സൺ when he has seen that person write, okay, or when he had received documents purporting to be written by that person in answer to documents written by himself or under his authority and addressed to that person, or when in the ordinary course of business. സെക്ഷൻ 5 പറയണത് റെലവൻറ്റ് ഫാക്റ്റും ഫാക്റ്റിന് ഇഷ്യൂ അല്ലാതെ വേറെ നോ അതേഴ്സ് പാടില്ലെന്നാണ് പറയണത്. ജഡ്ജി പറഞ്ഞു ഇത് സിബ്ലിംഗ് ആണ്, അതായത് സഹോദരങ്ങളാണ്, അവർക്ക് പരിചിതമായിരിക്കണം എന്നൊരു ഫൈൻഡിങ് അതിനകത്തുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കാൻ പാടില്ലെന്നുള്ളതാണ് നമ്മുടെ ഇപ്പം ഞാൻ അവൻ്റെ അടുത്തൊക്കെ ആർഗ്യൂ ചെയ്യണം, അത്രേ ഉള്ളൂ. അത് കൺഫേം ആയി, അത് പിന്നെ സുപ്രീം കോടതി പോയിട്ടുണ്ട്. എന്നാൽ ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞാണ് ഈ ആൻഡ് ഓഫ് നോ അതേഴ്സ് എന്ന് പറയണത്. ജഡ്ജ് കാനോട്ട് കം ടു സച്ച് കൺക്ലൂഷൻ. അവർ സഹോദരങ്ങളല്ലേ, അവർക്കറിയാമായിരിക്കണം. അങ്ങനെ പാടില്ല, ബിക്കോസ് ഓഫ് എവിഡൻസ് ആക്ട്. സെക്ഷൻ 5 ആൻഡ് ഓഫ് നോ അതേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നോക്കാം. ജഡ്ജിയുടെ പേഴ്സണൽ നോളജ് അല്ലെങ്കിൽ ജഡ്ജിയുടെ ഒരു ഇത് സഹോദരങ്ങളായിരിക്കും, അപ്പോൾ അവർക്ക് ഹാൻഡ് റൈറ്റിംഗ് അറിയായിരിക്കും എന്നൊന്നും കോടതിയിൽ പറയാൻ പാടില്ല. അതാണ്. ഇനി അടുത്ത ദിവസം എന്താണെന്ന് വെച്ചാൽ അന്ന് നമുക്ക് 5 to 55 നോക്കാം. പിന്നെ 2-3 ക്ലാസ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകാം, ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. ഓക്കെ, ഏതാണ്
സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൻ്റെ അടുത്ത തവണ വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേക്കാം. ചോദിക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അറിയാൻ പറ്റുകയാണെങ്കിൽ പറയും, ഇല്ലെങ്കിൽ നോക്കിയിട്ട് പറയും. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ സാറോട് ചോദിക്കാം. ഇപ്പോൾ ചോദ്യങ്ങൾ വേണം. എന്താണെന്ന് വെച്ചാലേ നമ്മളൊക്കെ ഈ വേണ്ട സമയത്ത് ചോദിക്കാതിരുന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കറങ്ങിപ്പോയെന്നല്ല അത്. ഇപ്പോൾ ഈ കെമിസ്ട്രിയൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചില ഡൗട്ടൊക്കെ വരും. നമ്മൾ ചോദിക്കില്ല, ഇത്രയും പിള്ളേരൊക്കെ ഇരിക്കുന്നത് നമ്മൾ മണ്ടനാണെന്ന് വിചാരിക്കില്ലെന്ന്. അത് ആ ബേസിക് സാധനം മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആ സബ്ജക്റ്റ് പോയി, പിന്നെ കിട്ടില്ല. നമ്മൾ മടിയാണെന്ന് പറഞ്ഞിരിക്കും. ഇവിടെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ വക്കീലന്മാരല്ലേ, നമുക്ക് ഇതെൻ്റെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇഗ്നറൻസ് ഓഫ് ലോ നെവർ പ്രോഹിബിറ്റ്സ് എ പേഴ്സൺ ഫ്രം പ്രാക്ടീസിങ് ലോ. അത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനമുണ്ട്. ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അത് തന്നെ, ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ഫോർ പ്രാക്ടീസിങ് ലോ. നിയമം അറിയില്ല എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്ന് തിരിച്ചു വെക്കാതെ വേണമെങ്കിൽ. അങ്ങനെ ഒരു തമാശ ഉണ്ടായിരുന്നു. ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ് ഫോർ പ്രാക്ടീസിങ് ലോ. അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമില്ല, പ്രാക്ടീസ് ചെയ്തോളൂ എന്ന് പറയുന്നത്. സംശയങ്ങളുണ്ടെങ്കിൽ ധാരാളമായിട്ട് ചോദിക്കുക. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നിയമമാണ്, എല്ലാത്തിനും രണ്ടഭിപ്രായമുള്ളതാണ്. ഏത് വന്നാലും അത് നമ്മൾ പ്രോസിക്യൂട്ടറായിട്ടും നമ്മൾ ഡിഫൻസായിട്ടും വരുന്നതല്ലേ, നമുക്ക് തന്നെ രണ്ടും പറയേണ്ടി വരും. അപ്പോൾ സംശയങ്ങളുണ്ടാവും. എനിക്ക് മിക്കവാറും അറിയണമെന്നുമില്ല, പക്ഷേ എനിക്കത് ചോദിച്ചിട്ട് അല്ലെങ്കിൽ വായിച്ചിട്ട് പിന്നെ ക്ലാരിഫൈ ചെയ്യാം. നമ്മൾ ഈ സംശയം ചോദിക്കുമ്പോൾ വെൽക്കം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ബെനിഫിറ്റ് നമുക്കാണ്, രണ്ടുപേർക്കും. ആൻഡ് ദ ബെസ്റ്റ് വേ ടു ലേൺ എ തിങ് അതും മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ ബെസ്റ്റ് വേ ടു ലേൺ എ തിങ് ഈസ് ടു ടീച്ച് ആണ്. പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ മതി. ഞാൻ അങ്ങനെ പഠിച്ചത്. ആദ്യം എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിഷമിച്ചു പോയി. ഇത് നോക്കി കരച്ചിൽ വരെയായി. എന്നിട്ട് പിന്നെ കുത്തിയിരുന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഉത്തരം പറയണ്ടേ. അപ്പോൾ ബെസ്റ്റ് വേ ടു ലേൺ എ തിങ് ഈസ് ടു ടീച്ച് എ തിങ്. നിങ്ങൾ കൂട്ടുകാരാരെങ്കിലും വെറുതെ 2 സെക്ഷൻ ഒന്ന് ശ്രമിച്ചു നോക്കും. അപ്പോൾ പിന്നെ പിന്നെയും നമ്മൾ വായിക്കും. അങ്ങനെയൊക്കെ. അടുത്ത ദിവസം കാണാം. താങ്ക് യു.